ബിജെപിയെ വെട്ടിലാക്കി നടി ഖുശ്ബു സുന്ദറിന്റെ ഫോൺ സംഭാഷണം. പരിപാടികളിൽ തന്നെ പാർട്ടി വിളിക്കാറില്ലെന്നും വിളിച്ചാൽ തന്നെ അവസാന നിമിഷമാണ് പറയാറുള്ളതെന്നുമാണ് ഖുശ്ബു ഓഡിയോയിൽ പറയുന്നത്. അതേസമയം സംഭാഷണം വൈറലായതിനു പിന്നാലെ ഖുശ്ബു സംഭാഷണം പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനെതിരെ രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് ഓഡിയോ വൈറലായത്. തമിഴ്നാട്ടിലെ ബിജെപി രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരണം തേടാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ ഖുശ്ബുവിനെ മാധ്യമ സ്ഥാപനം ബന്ധപ്പെട്ടത്. ബിജെപി പരിപാടികളിൽ കാണാറില്ലല്ലോ എന്നും എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നതെന്നുമുള്ള ചോദ്യത്തിനാണ് പ്രാദേശിക നേതാക്കളെ വിമർശിച്ചുകൊണ്ട് ഖുശ്ബു പ്രതികരിച്ചത്. അതേസമയം സംഭാഷണം പുറത്തുവിട്ടതിൽ ഖുശ്ബു തുറന്നടിച്ച് രംഗത്ത് വന്നു. ഫോൺ സംഭാഷണത്തിലെ ശബ്ദം തന്റേതാണെന്നും എന്നാൽ തന്റെ അനുമതിയില്ലാതെയാണ് മാധ്യമപ്രവർത്തകൻ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതെന്നും ഖുശ്ബു ആരോപിച്ചു. മാധ്യമപ്രവർത്തകന്റെ മൂല്യച്യുതിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. റെക്കോർഡ് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഖുശ്ബു സുന്ദർ പറയുന്നുണ്ട്. ബിജെപി വിടില്ലെന്നും തുടർന്ന് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും നടിയുമായ ഖുശ്ബു സുന്ദർ ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. തീരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് പെട്ടെന്നുള്ള തീരുമാനമല്ലെന്നാണ് ഖുശ്ബു അന്ന് മറുപടി പറഞ്ഞത്. ഞാൻ കുറച്ചുനാളായി അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഒരു മാസം മുൻപ് ഞാൻ രാജി നൽകി. NCW അംഗമായതിനു ശേഷം തനിക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കാനോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനോ കഴിഞ്ഞിട്ടില്ലെന്ന് അവർ പറയുകയുണ്ടായി. ഞാൻ രാഷ്ട്രീയമായി ചായ്വുള്ള വ്യക്തി തന്നെയാണ്. ഞാൻ സേലത്ത് പ്രധാനമന്ത്രിയോടൊപ്പം ഒരേ വേദിയിലിരിക്കുമ്പോൾ അത്തരമൊരു പദവി വഹിക്കുന്ന ഒരാൾ എങ്ങനെ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കി. വിശദീകരണം ആവശ്യപ്പെട്ട ആരോ NCWവിന് കത്തെഴുതി. തന്റെ ജീവിതത്തിന്റെ 14 വർഷവും താൻ രാഷ്ട്രീയത്തിന് നൽകിയിട്ടുണ്ടെന്ന് ഖുശ്ബു ഈ അവസരത്തിൽ പറഞ്ഞു. എന്നാൽ NCW അംഗമായി പ്രവർത്തിക്കാനുള്ള അവസരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അവർ നന്ദി പറയുകയാണ് ചെയ്തത്. ഉടൻ തന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും അവർ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ കലങ്ങി മറയുന്ന കാഴ്ചയാണ് കാണുന്നത്.